ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ആണ് എത്തിയിരിക്കുന്നത്. ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഈ ഡോവിന്റെ ക്രീം ബാർ ആണ്. അപ്പൊ ഇത് 3 വരുന്ന ഒരു പാക്കറ്റ് ആണ്. 3x75 ഗ്രാമിന്റെ 3 ബാർസ് ആണ് ഇത് വരുന്നത്. ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡോവിന്റെ ഒരു സോപ്പിന് വരുന്നത് ഏകദേശം 65 രൂപയോളം വരും. അങ്ങനെയാകുമ്പോൾ ഏകദേശം 3 സോപ്പിന് ഒരു 195 രൂപയോളം വരും. അപ്പോ അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 പാക്ക് വാങ്ങിച്ചത്. ഇതിന് 155 രൂപയാണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു 40 രൂപയോളം ലാഭം കിട്ടുന്നതാണ് ഈ ഒരു 3 പാക്ക് മേടിച്ചു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ശരിക്കും ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള സോപ്പാണ്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. എൻ്റെ സ്കിന്ന് വളരെ വളരെ ഡ്രൈ ആണ്. ആൻഡ് ഇപ്പോൾ ഇവിടുത്തെ ബാംഗ്ലൂരത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പ്രറ്റി കോൾഡ് ആണ്. അത്രയും കോൾഡ് ഉള്ള ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഒരു സോപ്പ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് മോയ്സ്ചറിങ് ക്രീം ബാർ എന്നാണ് ഇവരിത് പറയുന്നത്. ബ്യൂട്ടി ബാത്തിങ് ബാർ 24 അവർ ഒന്നും ഇല്ല, നമുക്കറിയാം, അവർ മെൻഷൻ ചെയ്യുന്നതാണ്. പക്ഷെ എന്തായാലും ഞാൻ ഈ ഒരു ബാത്തിങ് ബാറാണ് മേടിച്ചത്. ഇതെങ്ങനെയാണ് ഇതിന്റെ പാക്കിങ് വരുന്നത്? ഇവിടെ ഇവര് ഇതിന്റെ pH ബാലൻസ്ഡ് ഫോമുലയാണ്, നല്ലോണം ക്ലെൻസ് ചെയ്യും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് ഇവര് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും 155 രൂപയാണ് വില എന്നും, പിന്നെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് വന്നിട്ട് 2027 ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ ഒരു ഐറ്റം വാങ്ങിക്കുമ്പോഴും അതിന്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കണം. നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും നമ്മൾ വിശ്വസിച്ച് അങ്ങനെ മേടിക്കരുത്. കാരണം ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സിങ് ചെയ്യുകയാണ്. ആക്ച്വലി ഞാൻ ക്യാമറേൻ്റെ സ്റ്റാൻഡൊന്നും ഇല്ല, അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു കൈ കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ക്ഷമിക്കുക. ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് ഈ സോപ്പ്. അപ്പോൾ കൈയോടെ തന്നെ ഞാൻ അതങ്ങ് അൺബോക്സിങ് ചെയ്യാം എന്ന് വിചാരിച്ചു. വാവ്, സോ പ്രിറ്റി കൂൾ. സോ ഇങ്ങനെയാണ് ഡോവിൻ്റെ പാക്കിങ് വരുന്നത്. ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് പേപ്പറാണ്. സോ ഇതാണ് നമ്മുടെ ഡോവിൻ്റെ സോപ്പ്. സോപ്പിലും അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പുറത്ത് എഴുതിയിരിക്കുന്ന സെയിം ഡീറ്റെയിൽസ്, ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്, പിന്നെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മോയ്സ്ചറൈസേഷൻ ക്രീമാണ്, pH ബാലൻസ് ഫോമുലയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, എക്സ്പയറി ഡേറ്റും മറ്റു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലോഗോ ഈ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സോപ്പ് വരുന്നത്. ഇങ്ങനത്തെ 3 പീസ് സോപ്പാണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. നല്ല ഹൈലി മോയ്സ്ചേർഡ് ആയിട്ടുള്ള സോപ്പാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഡ്രൈ സ്കിൻ അല്ലാത്തവർ ഞാൻ ഈ സോപ്പ് പ്രിഫർ ചെയ്യില്ല. മെയിൻലി ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഈ സോപ്പ് പ്രിഫർ ചെയ്യില്ല, കാരണം അവർക്ക് കൂടുതലും ഓയിലി ആവാനാണ് സാധ്യത. പിന്നെ എന്താ പറയുക, ഇത് സാധാരണക്കാർക്ക് അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ. ഞാൻ എൻ്റെ ഓർമ്മയിലൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ സോപ്പ് വാങ്ങിച്ചിരുന്നത് 10 രൂപ 20 രൂപയ്ക്കായിരുന്നു. അന്നാകെ അധികം സോപ്പുകൾ ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ മൈസൂർ സാൻഡൽ ആണ് അന്നത്തെ കാലത്തൊക്കെ കുറച്ച് കോസ്റ്റ്ലി ഉള്ള സോപ്പ് എന്ന് പറയാം. ബാക്കിയെല്ലാം 10 രൂപയ്ക്ക് 20 രൂപയ്ക്കാണ് അന്നത്തെ കാലത്തൊക്കെ സോപ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് 10 രൂപയ്ക്ക് ഒരു സോപ്പ് ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ഇതൊരു പ്ലാസ്റ്റിക് പാക്ക് അല്ല, ഇതൊരു പേപ്പർ പാക്കിംഗ് ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി പേപ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു വേറെ കോട്ടിങ്ങും പിന്നെ ഒരു പ്ലാസ്റ്റിക് പാക്കിങ്ങും മറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് സോപ്പ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ, അത് പറയാതെ വയ്യ. സോ ഇങ്ങനെയാണ് ഈ ഒരു ക്യൂട്ടി സോപ്പ് ഉള്ളത്. ഈ ഒരു പീസിന് 65 രൂപകളാണ് വില വരുന്നത്. 2 സൈഡിലും ഈ ഒരു ഡിസൈൻ, അവരുടെ എംബ്ലം ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് വരുന്നത്. ഇതിന് പല സ്മെല്ലിലും പല ഫ്രാഗ്രൻസിലും പല കളേഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കളേഴ്സിലും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു മിൽക്കി ബാറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഒരു മണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ
അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർ മാത്രം ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഇത് കോസ്റ്റ്ലി സൈഡാണ്, അപ്പോൾ അതിലും വില കുറഞ്ഞ സോപ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കാട്ടും നല്ല ക്വാളിറ്റി ഉള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സോപ്പുകളിലേക്ക് പോകുക. TFM പെർസെൻറ്റേജ് 70 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 60 എബോ ഉള്ള സോപ്പുകൾ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക. സോപ്പിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും TFM പെർസെൻറ്റേജ് എന്താണെന്ന്, അത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം സോപ്പ് വാങ്ങിക്കുക. TFMന്റെ മറ്റു കാര്യങ്ങളും ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നുള്ള എന്റെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പല സോപ്പുകളും അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോകളും ഉണ്ട്. അതിലെല്ലാം ഞാൻ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ TFMന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. TFM സോപ്പിന്റെ TFM എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സോപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്യാം ഞാൻ പഴയ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ കുട്ടി വീഡിയോ എത്രയേ ഉള്ളൂ. അൺബോക്സിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.